And that's all for the day. We begin Lalagru next week. Thank you, madam. മാഡം ഒരു ദിവസം വരുമ്പോൾ മോളെ കൊണ്ടുവരൂ. നിങ്ങൾ അങ്ങോട്ട് വരണം. ഞങ്ങളെല്ലാം ജാതിയായി വരുന്നതിൽ എളുപ്പമല്ലേ മാഡത്തിന് കാറിൽ വരുമ്പോ ഒന്ന് കൂടെ കൂട്ടിയാൽ. കൊണ്ടുവരാം. അവൾ അടങ്ങിയിരിക്കില്ല. സാരമില്ല, ഞങ്ങൾ മാറി മാറി കളിപ്പിച്ചോളാം. അതെ മാഡം. നാളെ ഞാൻ പറഞ്ഞ ലോൺ നീ കൊണ്ടുവന്നു. ബി കംഫർട്ടബിൾ. ഞാൻ ഫ്രണ്ട് സീറ്റിലിരിക്കാം. രോഹിണി, ഇത് ഭാഗ്യനാഥൻ. ഇവിടെ പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു സർവേക്ക് വന്നതാണ്. നമസ്തേ. നമസ്തേ മിസ്സസ് രാജ. കോളേജിൽ വലിയ പോപ്പുലർ ആണല്ലോ. ക്ലാസ് കഴിഞ്ഞിട്ടും പിള്ളേർ വിടുന്നില്ല. ഓ, അങ്ങനെയൊന്നുമില്ല. തിരക്കും വൃത്തികേടും ഇടുങ്ങിയ തെരുവുകളും ഒക്കെ ഉണ്ടെങ്കിലും നഗരം എനിക്കിഷ്ടമാണ്. ഞാൻ 6 കൊല്ലം ഇവിടെ താമസിച്ചാ പഠിച്ചത്. ആരോ പറഞ്ഞല്ലോ, നഗരം ഭാര്യയെ പോലാണ്. ഓടി ഒളിക്കാൻ തോന്നും. അകന്നു കഴിഞ്ഞാലോ പിന്നെ അവിടെ തന്നെ തിരിച്ചെത്തിയാലേ സമാധാനമുള്ളൂ. രോഹിണി കേട്ടോ, കല്യാണം കഴിക്കാത്ത ഇവനാണ് ഭാര്യമാരെ പറ്റിയുള്ള തത്വശാസ്ത്രം പറയുന്നത്. അത്ഭുതപ്പെടണ്ട. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കാലത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്നത് കേട്ട് ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. തമ്പുരാൻ തരം കിട്ടിയാലൊക്കെ എന്നെ ഒരു ഓമന പേര് വിളിക്കും, കൊരങ്ങാന്ന്. തമ്പുരാക്കന്മാർക്ക് അതിലും വലിയ ശകാരം അറിയില്ലല്ലോ. ഡ്രൈവർ വണ്ടി ഒന്ന് നിർത്ത്, ഞാനിവിടെ ഇറങ്ങാം. വാടോ, ഹാവ് എ കപ്പ് ഓഫ് കോഫി. റെസ്റ്റ് ഹൗസിൽ ചെല്ലോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ് ദം വെയിറ്റ്. താൻ ഇന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. ഇന്നത്ര കൃത്യനിഷ്ഠ പാലിച്ചില്ലെങ്കിലും അവരാരും തെറ്റിദ്ധരിക്കില്ല. നേരെ വീട്ടിലേക്ക് വിടും. മന്ത്രിക്ക് തന്നെ ക്ഷാ പിടിച്ചു എന്ന് തോന്നുന്നു. ഞാൻ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എനിഹൗ ദാറ്റ് ഇസ് എ ഗുഡ് ഷോ. യു മേഡ് യുവർ പോയിന്റ്. മോൾ ഇങ്ങി വാ. ഇരിക്കൂ രോഹിണി. ഞങ്ങൾ അയൽക്കാരായിരുന്നു. ഇവൻ ഫോറിൻ സർവീസിൽ പോകേണ്ടവനാ. പക്ഷെ നാട്ടിൽ കിടന്ന് നട്ടം തിരിയാനാ ഇഷ്ടം. അന്ന് താൻ ആ ഡിപ്ലോമാറ്റിക് കോർ ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലണ്ടനിലോ പാരീസിലോ ഒരു സെക്കൻഡ് സെക്രട്ടറി എങ്കിലും ആയിരുന്നേനെ. മിസസ് രാജ, ഭാഗ്യം പേരിന് മാത്രമേ ഉള്ളൂ കേട്ടോ. എടോ, അങ്ങനെ സാധുവൊന്നും ആകണ്ട. യു ആർ ലക്കി. താൻ അർഹിക്കുന്നുണ്ട്. ആ, തന്നെ കണ്ട് കുറെ നാളായല്ലോ. ഡൽഹിയിൽ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, എന്ത് വിശേഷം? കുട്ടിക്കാലത്ത് വലിയ തമാശക്കാരനായിരുന്നു. തിരുവാതിരയ്ക്ക് പിള്ളേരെയൊക്കെ സംഘടിപ്പിച്ച് പൊറാട്ട് വേഷം കെട്ടിക്കും. ഞാൻ പുലിവേഷം. മടങ്ങി ചെല്ലുമ്പോ വെളയച്ചന്റെ വക ബെൽച്ചൂരി അടി. താൻ വേണേ റെസ്റ്റ് ഹൗസ് വിളിച്ച് പറയും. രോഹിണി, ഇതൊക്കെ എടുത്തോളൂ. മാഡം, ഞങ്ങൾ വേറെ വല്ലതൊക്കെ സ്വല്പം കഴിച്ചോട്ടെ. വിത്ത് യുവർ പെർമിഷൻ. ഇപ്പോൾ കവിത എഴുതാറില്ലേ? ആര് പറഞ്ഞു? ചിലതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. കവിതയെന്നൊന്നും പറഞ്ഞൂടാ. വീണ്ടും ഒരു വിഷുപക്ഷി നന്നായിരുന്നു. അതിലെ വരികൾ എനിക്ക് ഓർമ്മയില്ല. ദുഃഖത്തിന്റെ മാളങ്ങളിൽ നിന്ന് നാഗങ്ങൾ ഫണം നീട്ടുമെന്ന് കരുതി ഞാൻ എന്റെ ഗാനം ഓടക്കുഴൽ ഒളിപ്പിക്കുന്നു എന്ന ഐഡിയ ഓർമ്മയുണ്ട്. ആ സങ്കല്പം ബ്രില്യന്റ്. താങ്ക് യു. പുതിയതൊന്നുമില്ലേ? എഴുതണം ഇടയ്ക്കെങ്കിലും. ഇത് പുതിയത് തന്നെയാണ്. ഞാൻ അവരോട് പറയായിരുന്നു. വടക്കേ വളപ്പിലെ പാർവമ്മയുടെ അതെ, മകൻ. പേര് ഭാഗ്യനാഥൻ. തമ്പുരാന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാര്യസ്ഥനാവും അല്ലേ? അതെ. ഡോ, വീട്ടിൽ ഡ്രിങ്ക്സ് പതിവില്ല. താൻ വന്നുകൊണ്ട് പതിവ് തെറ്റിക്കാൻ. രോഹിണി, ശങ്കറിനോട്
പുറത്ത് വാതിലടച്ചിക്കാൻ പറയൂ. ശരി. എനിക്ക് മോർണിംഗ് ഫ്ലൈറ്റിന് മദ്രാസിൽ പോകണം. പോകാം. രോഹിണി, ഇയാൾ കൂടി ഉണ്ടാവും. നേരത്തെ ആഹാരം റെഡിയാക്കാൻ വേണ്ടി പറഞ്ഞോളൂ. സെക്രട്ടറി എല്ലാവർക്കും ഭയം. ഒന്നിനെ പറ്റിയും കമ്മിറ്റ് ചെയ്യില്ല. ഡിസ്കഷനിൽ ഒരു അക്ഷരം മിണ്ടില്ല. നരി പോലെ ഇരിക്കും. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പം ഞാൻ കാര്യം മനസ്സിലാക്കി. ആള് ശുദ്ധഭൂള. ഒന്നിനെ പറ്റി അറിയാത്തതുകൊണ്ടാ എന്ത് ചോദിച്ചാലും ലെറ്റ് us see എന്ന് പറയുന്നത്. പണ്ടൊരു ദേവാവേ പാക്കലാവെന്ന് പറഞ്ഞ പോലെ. നമുക്ക് മുകളിലേക്ക് പോ. നമുക്ക് ടെറസിലിരിക്കാം. നല്ല കാറ്റ് കിട്ടും. രോഹിണി വരൂ. ഇവന്റെ കഥകൾ കേട്ടിട്ട് കുറെ നാളായി. ഞങ്ങള് ഒരാഴ്ച മസൂരിയിലുണ്ടായിരുന്നു. അക്കാലത്ത് ചിരിച്ചിട്ടുള്ളവരെ ആയുസ് ചിരിച്ചിട്ടില്ല. താൻ്റെ കഥ പറയട്ടെ. തമ്പുരാൻ പറയുന്നത് കേട്ടാത്തൊന്നും ഞാനൊരു വിദൂഷനാണ്. പറയലിന്റെ അതിശയോക്തി മാത്രം തട്ടിക്കഴിക്കണം കേട്ടോ. താനാ തമിഴ് പ്രസംഗമെന്ന് പറ. രോഹിണി, ഇവൻ പണ്ട് പ്രാസം വെച്ച് തമിഴൊരു പ്രസംഗം കൊണ്ട് കാച്ചി. കേട്ടിരുന്നവരെല്ലാം അത്ഭുതപ്പെട്ടു പോയി. ഇവനാണേല് ഒരക്ഷരം തമിഴ് അറിയില്ല. പ്രാസത്തിലൊന്നും ഇപ്പൊ അത്ര വലിയ കമ്പമില്ല മിസ്റ്റർ രാജ. പിന്നെ നമ്മുടെ പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ടല്ലോ അഗർവാൾ, അയക്ക് പറ്റിയ പോലെ പറ്റായിരുന്നാ മതി. എന്താ പറയണോ? ആർച്ച് ബിഷപ്പോ കർദിനാളോ ആരോ വന്നപ്പോ മിസസ് പരേര ഡിന്നർ കൊടുത്തു. ഈ മിസസ് പരേര എന്ത് പറഞ്ഞാലും കവിതയിലേ പറയൂ. തരം കിട്ടിയാൽ ആളെ ചണ്ടാക്കും. എങ്ങനെ? റൈമിംഗ് കൊണ്ട്. വൈൻ സർവ് ചെയ്തപ്പോ ചോദിച്ചു, ഓ ഡിവൈൻ ക്യാൻ ഐ സർവ് യു സം വൈൻ? അഗർവാൾ അത് നോട്ട് ചെയ്തു. ക്രീം കൊടുക്കുമ്പോ ഓ സുപ്രീം ക്യാൻ ഐ സർവ് യു സം ക്രീം? അഗർവാൾ അത് നോട്ട് ചെയ്ത് ഒരു ചാൻസിന് വേണ്ടി കാത്തിരുന്നു. കസ്റ്റാർഡ് വന്നപ്പോ പുള്ളിക്ക് ചാൻസ് കിട്ടി. നേരെ അലക്കി, ബാസ്റ്റർഡ് ഹാവ് സം കസ്റ്റാർഡ്. രോഹിണിക്ക് മ്യൂസിക്, ലിറ്ററേച്ചർ, പോയട്രി ഇതിലൊക്കെയാണ് ഇൻട്രസ്റ്റ്. രോഹിണി ഭാഗ്യനാഥൻ പഠിക്കുന്ന കാലത്ത് അഭിനയം, പാട്ട്, മാജിക്, മിമിക്രി ഇതിലൊക്കെ ടോപ്പായിരുന്നു. പഠിക്കുന്ന കാലത്തെ പറ്റി പറയുമ്പോ എല്ലാവരും സർവകലാവല്ലഭന്മാരാ. അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ. നോ ഓണസ്റ്റ്ലി ഹി വാസ് വെരി ഗുഡ്. കമ്പങ്ങൾ കൊച്ചു കുട്ടികളോട് ചോദിച്ചാൽ പറയും ബസ് കണ്ടക്ടർ ആനാ മോഹം എന്ന്, അല്ലെങ്കിൽ വെളിച്ചപ്പാടാൻ. കുറെ കൂടെ പ്രായമാകുമ്പോ ഗ്ലാമർ ഉള്ള മറ്റേതെങ്കിലും തൊഴിലുകൾ സ്വപ്നം കാണും. നടൻ, ഗായകൻ. മിസ്റ്റർ രാജ, എന്റെ തീര് കേൾക്കണോ? ജീവിതത്തിൽ ആശിച്ചു പോയ ഏറ്റവും നല്ലതൊന്നും ഒരാൾക്കും കിട്ടത്തില്ല. അതിനടുത്ത നല്ലത്, ഐ മീൻ ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ് കൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം വിജയം. ഓൾവേസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് തിങ്. എല്ലാവർക്കും മിക്കവാറും. സംശയമുണ്ടോ? അറിഞ്ഞൂടാ. താനൊന്ന് പാടുമോ? തൊണ്ടയൊന്നും വയ്യ മിസ്റ്റർ രാജ. അത് തന്നെ ഇപ്പൊ പണ്ടത്തെ പോലൊന്നും പാടാനും വയ്യണം. സ്വല്പ പാട്ടറിയാവുന്ന ഏത് ശുംഭനും പറയുന്നാൽ തൊണ്ട ശരിയല്ല, ജലദോഷമ, ശ്രുതി ശരിയല്ല. താനൊന്ന് പാടണോ? ശരി, ഒന്ന് ശ്രമിച്ചു നോക്കാം. കുറച്ചു നേരമായി വിളമ്പി വെച്ചിട്ട്. സോറി. ഇറ്റ്സ് എ പ്ലഷർ. കുറച്ചുകൂടി. മോളുറങ്ങിയോ? അവള് നേരത്തെ ഉറങ്ങും. ഓ ഐ എം സോറി. രാത്രി എന്തായാലും എത്ര കോഴ്സുള്ള ഡിന്നർ കഴിച്ചാലും അല്പം തൈരും ചോറും കഴിക്കുന്ന സുഖം വരില്ല. അല്ലേ രോഹിണി? ശങ്കര, വണ്ടി കൊണ്ടുപോവാ. വേണ്ട തമ്പുരാൻ,
ഞാൻ ഒരു ടാക്സി പിടിച്ചു പോക്കോളാം. ഡ്രൈവർ ഉറങ്ങിയിട്ടില്ല. വരുന്നു നോക്കി. രാത്രിയിലൊരു ഡ്രൈവ് ഒഴിവുണ്ടെങ്കിൽ ഒരു രസമാണ്. രോഹിണി, എടോ ഭാഗ്യം, come on, get here. Good night, Tambaran. Good night. Thank you very much, Mrs. Raja. യു ആർ വെൽക്കം. See you again. ഹലോ, അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല. അറിയാം. എനിക്ക് ഫ്ലൈറ്റ് മിസ് ചെയ്യും. ഞാൻ ഒരു സുന്ദര സ്വപ്നത്തിൽ നിന്ന് ഉണർന്നത്. വിമാനങ്ങൾ ഇനിയും പറക്കും, പക്ഷേ ഒരു നല്ല സ്വപ്നം ഒരിക്കലും തിരിച്ചു വരില്ല. കേൾക്കുന്നുണ്ടോ? യെസ്. ഇനിയും കാണും. ആ, മോൾ എണീറ്റോ? മോള് വേഗം പല്ലേക്ക്. നാണിമേ, മോളെ വേഗം പല്ലേപ്പിച്ച് കൊണ്ടുവരും. എന്നിട്ട് നമുക്ക് നല്ല ഉടുപ്പിടാം. ഓ, വല്ലാതെ കിടന്ന് ഉറങ്ങിപ്പോയി. ആരുടെ കോളായിരുന്നു? ഇന്നലെ വന്ന മിസ്റ്റർ ഭാഗ്യനാഥന്റെ. അവൻ പോയില്ലേ? ഫ്ലൈറ്റ് മിസ് ചെയ്ത് കാണും. കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. ആ, ഞാൻ അറ്റൻഡ് ചെയ്യാം. Yes, Dr. Raja. Yes, speaking. What? But I told you I won't be free. I see. Of course. I'll be there. നാശം. ബോംബെ കോൺഫറൻസിൽ ഞാൻ തന്നെ പോകുന്നു. ശങ്കരനോട് എന്റെ പെട്ടിയിൽ 2 ദിവസത്തേക്ക് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിക്കാൻ പറയും. സൂട്ട് വേണ്ട, ഭയങ്കര ബോറായി. തോമസ്, ഡോക്ടർ രാജ ഹിയർ. ബോംബെ ഫസ്റ്റ് ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത് എയർപോർട്ടിൽ വരും. ഫിനാൻസ് മിനിസ്ട്രിയുടെ കമൻസുള്ള ഫയലും എടുത്തോളൂ. അല്ല, 2 ഫയലും വേണം. ആദ്യത്തെ നമ്മുടെ ക്ലാരിഫിക്കേഷനുള്ള ഫയലും വേണ്ട, എയർപോർട്ടിൽ വന്നാൽ മതി. ഓക്കെ? കോളേജിൽ പോകുന്ന സമയമായില്ലേ? പോയിട്ട് വണ്ടി അയച്ചാൽ മതി. എന്നാ മടങ്ങുക? മറ്റന്നാൾ ഈവനിങ് ഫ്ലൈറ്റിന്. രോഹിണി നടന്നുള്ളൂ, ഞാൻ ബോംബെക്കൊന്ന് വിളിക്കട്ടെ. മാരണം. ഈ
better prepare 2 or 3 essays. Take down. 1. The part played by destiny in Anna Karina's tragedy. The part played by destiny in Anna Karina's tragedy. 2. The autobiographical elements in the character of Alexis Karnin. The autobiographical elements in the character of Alexis Karnin. 3. The changing moral values of 19th century upper class Russian society according to Leo Tolstoy. Upper class Russian society according to Leo Tolstoy. മാഡം, ഒരു സംശയം. Yes, come on. കിറ്റിയുടെയും ലെവിന്റെയും ഒരു പാരലൽ ലവ് സ്റ്റോറി ഉണ്ടല്ലോ നോവലിൽ. അതിന്റെ ആവശ്യം തോന്നിയില്ല. ദ നോവൽ ഈസ് അബൌട്ട് അന്നസ് ട്രാജഡി. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. ലളിതേ, 4 ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടന്റ്. പരീക്ഷയ്ക്ക് വരാവുന്ന നല്ല പഠിച്ചോളൂ. ആ ലെവിൻ ഷൂട്ടിങ്ങിന് പോകുന്ന ഭാഗവും അയാളുടെ ഫിലോസഫി ഒക്കെ ബോറാണ്. പക്ഷെ ആ 2 ക്യാരക്ടേഴ്സ് നല്ല രസമുണ്ട്. ഒരു കോൺട്രാസ്റ്റ് ആവും നോവലിസ്റ്റ് ഉദ്ദേശിച്ചല്ലേ. പരിശുദ്ധ പ്രേമത്തിന് ഉദാഹരണം കാണിക്കാനാവും അല്ലേ മാഡം? അന്ന കരീനെ പറ്റി എഴുതുമ്പോൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്, പ്രേമം എന്നൊന്നില്ല. There is no such thing called love. There is only sex. ചന്ദ്രയ്ക്ക് എന്തിലും വിപ്ലവമാണ് മാഡം. ഞാൻ കുറെ പേരെ വധിക്കാൻ പോകുന്നുണ്ട് ആൻസർ പേപ്പറിൽ. മാർക്കിടാൻ ഔട്ട്സൈഡ് എക്സാമിനേഴ്സ് ആവും, ഓർത്തോ. ഹലോ, ഞാനിപ്പോ വന്നതേ ഉള്ളൂ. അദ്ദേഹം പോയിരിക്കുകയാണ്. ഇവിടില്ലേ? ഇല്ലല്ലോ. ഓഹോ, ബോംബെക്ക് പോയതാ. നമസ്തേ, ഞാൻ ഈ വഴി വന്നപ്പോ തമ്പുരാനെ കണ്ട് വിവരം പറയാമെന്ന് കരുതി. ഫോൺ ചെയ്തതിന് ശേഷം നേരിട്ട് വരാമെന്ന് തോന്നി. ഇവിടെ ക്യാമ്പ് ചെയ്ത് സർവേ നടത്തിയാൽ മതി എന്ന് കേന്ദ്രം സമ്മതിച്ചു. 6 മാസം എന്ന് അവർ പറഞ്ഞാൽ ഞാനതൊരു കൊല്ലമാക്കും. പ്രയാസപ്പെട്ട് ചിരിക്കരുത്, എനിക്കറിയാം നാം ഇപ്പോ സ്റ്റേജ് നിൽക്കുന്ന പോലെ. ഞാനിന്ന് സ്ഥലം മാറി. വീടൊന്നും വിളിക്കാൻ വയ്യ. വീടിന് ഫർണിച്ചറും പാത്രങ്ങളും മുറികളും മാത്രം പോരല്ലോ. പിന്നെ നാളെ ഡോക്ടർ മത്തായിയും ഫിനാൻസ് സെക്രട്ടറിയും ക്ഷണിച്ചിട്ടുണ്ട് വിത്ത് ഫാമിലി. ഇന്ന് ചാർജ് എടുത്ത എന്റെ നാളന്റെ വൈഭവവും കാണാം. നാളെ എന്റെ വീട്ടിൽ ഡിന്നർ. വരണം. അദ്ദേഹം ഇല്ലല്ലോ. ഈവനിങ് ഫ്ലൈറ്റിന് വരില്ലേ? ഓഫീസിൽ നിന്ന് പറഞ്ഞു. അദ്ദേഹം വരും. മിസ്സസ് രാജ്യം വരണം. എന്റെ ഒഴിഞ്ഞ വീട്ടിലും അല്പം മാധുര്യവും പ്രകാശവും ഉണ്ടാകട്ടെ. കുറച്ച് മണിക്കൂറാണെങ്കിലും.